നമസ്കാരം. മുതിർന്ന CPI നേതാവ് KE ഇസ്മായിലിനെ CPI പുറത്താക്കാൻ സാധ്യത. ഇസ്മായിലിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് MN സ്മാരകത്തിൽ നിന്നും ലഭിക്കുന്നത്. ഒരു കാലത്ത് CPIയിലെ ശക്തി കേന്ദ്രമായിരുന്നു ഇസ്മായിൽ. മുൻ മന്ത്രിയായ ഇസ്മായിലിന് കാനം രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറിയായ ശേഷം കരുത്തു ചോർന്നു. CPI സെക്രട്ടറിയായി ബിനോയ് വിശ്വം എത്തിയിട്ടും ഇസ്മായിലിന് പാർട്ടിയിൽ സ്വാധീനം കുറയുകയാണ് ചെയ്തത്. ഇത് കാരണം പലതരം വെല്ലുവിളി സ്വഭാവമുള്ള പ്രസ്താവനകൾ ഇസ്മായിൽ നടത്തി. ഇതിന്റെ പ്രതിഫലനം അച്ചടക്ക നടപടിയായി മാറുകയാണ്. മുൻ MLAയും എറണാകുളം ജില്ലാ മുൻ സെക്രട്ടറിയുമായിരുന്ന P. രാജുവിന്റെ മരണത്തെ തുടർന്ന് ഇസ്മായിൽ ഇട്ട സാമൂഹ്യ മാധ്യമ കുറിപ്പ് എല്ലാ അർത്ഥത്തിലും അച്ചടക്ക ലംഘനമായി പാർട്ടി കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇസ്മായിലിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. യോഗത്തിൽ ഇസ്മായിലിനെതിരായ വികാരം ശക്തമായിരുന്നു. ഒരാൾ മാത്രമേ അദ്ദേഹത്തെ പിന്തുണച്ചുള്ളൂ എന്നാണ് വിവരം. മാർച്ച് 20 ചേരുന്ന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ഇസ്മായിലിന്റെ വിശദീകരണം ചർച്ച ചെയ്യുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യും. പാലക്കാട്ടെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഇസ്മായിലും പാർട്ടി നേതൃത്വവും ദീർഘകാലമായി അകൽച്ചയിലാണ്. ജനറൽ സെക്രട്ടറി D. രാജ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ഇസ്മായിലിനോട് ജില്ലാ കമ്മിറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മുൻ MLAയും എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ ഇസ്മായിൽ ചില ഇടപെടൽ നടത്തി. ഇതിനെതിരെ CPI എറണാകുളം ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയെ CPI സംസ്ഥാന നേതൃത്വം ഗൗരവത്തിലെടുത്തു. ഇസ്മായിലിന്റെ വിശദീകരണം അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. രാജുവിന്റെ മരണത്തെ തുടർന്ന് പാർട്ടിക്കെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു. പിന്നാലെ ഇസ്മായിലും പാർട്ടിയെ കുറ്റപ്പെടുത്തി. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ രാജുവിനെ വ്യക്തിഹത്യ നടത്തിയെന്നായിരുന്നു ഇസ്മായിലിന്റെ ആരോപണം. രാജുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ കൺട്രോൾ കമ്മീഷൻ തീരുമാനമെടുത്തിരുന്നുവെന്നും പറഞ്ഞിരുന്നു. എന്നാൽ കൺട്രോൾ കമ്മീഷൻ അത്തരത്തിലൊരു തീരുമാനവും എടുക്കാത്ത സാഹചര്യത്തിൽ തെറ്റിദ്ധാരണാജനകമായ പ്രതികരണം ഇസ്മായിലിൽ നിന്നുണ്ടായെന്ന വിലയിരുത്തിയാണ് വിശദീകരണം തേടാൻ തീരുമാനിച്ചത്. ദേശീയ എക്സിക്യൂട്ടീവ് മുൻ അംഗമായ ഇസ്മായിൽ ഇപ്പോൾ പാലക്കാട് ജില്ലാ കൗൺസിലിലെ ക്ഷണിതാവാണ്. മുമ്പ് പാലക്കാട് സേവ് CPI ഫോറത്തെ അനുകൂലിക്കുന്ന രീതിയിൽ പരസ്യ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ ഇസ്മായിലിനോട് വിശദീകരണം തേടിയിരുന്നു. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ഇസ്മായിലിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയും. ഇസ്മായിലിനെതിരെ നടപടി വേണമെന്ന് നേരത്തെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലും ആവശ്യം ഉയർന്നിരുന്നു. 6 മാസം മുൻപ് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കൗൺസിലിന് നൽകിയ പരാതിയിൽ KE ഇസ്മായിൽ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നതായിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നത്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാവരുതെന്ന് സംസ്ഥാന കൗൺസിൽ KE ഇസ്മായിലിനോട് ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടിയുടെ താക്കീത് നിലനിൽക്കെയാണ് KE ഇസ്മായിൽ P. രാജുവിന്റെ മരണത്തിൽ പാർട്ടിയെ വെട്ടിലാക്കിയ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. എന്നാൽ തനിക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് KE ഇസ്മായിൽ പ്രതികരിച്ചു. വരട്ടെ നോക്കാം, നോട്ടീസ് കൈപ്പറ്റിയതിനു ശേഷം കൂടുതൽ പ്രതികരിക്കാം, ഒരു നടപടിയും ഭയക്കുന്നില്ല, സത്യം മാത്രമേ എന്നും പറഞ്ഞിട്ടുള്ളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.